സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കാണുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ദൈവം നമ്പരാൻ നമ്മളെ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജയത്തോടെ നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം ത്തിനെന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യേശു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകുന്നു. ആണ് ഭക്ഷണം നമുക്ക് കഴിക്കാനും പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ നമുക്കതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഭക്ഷണം കൈകാര്യം ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കുന്ന ഓരോരുത്തർക്കൊരു പ്രത്യേക പാചക കഴിവുകളൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ, അത് വിളമ്പി കൊടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള നല്ല കഴിവുകൾ ഓരോരുത്തർക്ക് ഉണ്ട്. യേശു ഇവിടെ യേശു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകുന്നു. അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. അപ്പം പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ 12 ശിഷ്യന്മാരെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തു. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി ഞങ്ങൾ ചെയ്ത് ഉപദേശിച്ച് എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും ധാരാളമായിരുന്നു. അപ്പോൾ വന്നു പോകുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നതിന് അവർക്ക് ഭക്ഷിക്കുവാൻ പോലും സമയം ഇല്ലാതിരുന്നുകൊണ്ട് അവരോട് നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് നിന്ന് അല്പം വിശ്രമിക്കുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി. അവർ പോകുന്ന കണ്ട് തിരിച്ചറിഞ്ഞ അനേകർ എല്ലാ പട്ടണങ്ങളിൽ നിന്ന് അവർക്ക് മുമ്പേ ഓടി എത്തുകയാണ് ചെയ്തത്. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യേശു പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടോ. അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ആയിരുന്നുകൊണ്ട് അവർ മനസ്സലിഞ്ഞ് പല കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ ഇങ്ങനെ തെന്നിമാറി നടക്കുന്ന ആൾക്കാരെയാണ് യേശു കാണുന്നത്. പിന്നെ സമയം വളരെ വൈകിയതിനാൽ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് നിർജ്ജന പ്രദേശമാകുന്നുവല്ലോ, സമയവും വളരെ വൈകിയിരിക്കുന്നു എന്ന് യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു. ഭക്ഷിക്കുവാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും പോയി എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ അവർ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അവൻ അവരോട് നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങി അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയോ എന്ന് അവനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം യേശു അവരോട് തന്നെ പറഞ്ഞ് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ചെന്ന് നോക്കുവിനെന്ന് പറഞ്ഞു. അവർ നോക്കി 5 അപ്പം 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ എല്ലാവരെയും പുൽപ്പുറത്ത് പന്തിയായി ഇരുത്താൻ കൽപ്പിച്ചു. 100ഉം 50ഉം വീതമുള്ള പന്തികളായി അവർ ഇരുന്നു. 100ഉം 50ഉം വീതമുള്ള പന്തികളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും. അപ്പം യേശു എന്ത് ചെയ്തു? ഭക്ഷിപ്പാൻ ഇവർക്ക് കൊടുക്കണം. ഇവിടെ ഒരുപാട് പേരുണ്ട്, ഇവരുടെ വിശപ്പടുക്കണം. എന്തു ചെയ്തു? ഈ 5 അപ്പവും 2 മീനും യേശുவோട് സ്വർഗത്തേക്ക് വാഴ്ത്തി ഇട്ട് അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാനായി തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കിയതിന് ശേഷം അവർക്ക് വിളമ്പുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവൻ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. അപ്പോൾ 2 മീനേ ഉള്ളൂ, അത് വിഭാഗിച്ചു കൊടുത്തു. അവർ എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഭക്ഷിച്ച് തൃപ്തരായി. അപ്പക്കഷ്ണങ്ങൾ മീൻ നുറുക്കുകളും അവർ 12 കൊട്ട നിറച്ചെടുത്തു. എത്ര കൊട്ട നിറച്ചെടുത്തു? 12 കൊട്ട നിറച്ചെടുത്തു. അപ്പം ഭക്ഷിച്ചവരോ 5000 പുരുഷന്മാരായിരുന്നു. അപ്പം ഏകദേശം ഒരു കണക്കാണ്. അപ്പം ഭക്ഷിച്ചവരാരായിരുന്നു? 5000 പുരുഷന്മാർ. അപ്പം 5 അപ്പവും 2 മീനും കൊണ്ട് ഇത്രയും പേരെ ദൈവം തമ്പുരാൻ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് യേശു കടലിന്മീതെ നടക്കുന്നു. നമുക്ക് സാധിക്കുമോ? ഭയങ്കര കടലെല്ലാം വിശാലമായ രീതിയിൽ കിടക്കുന്ന കടൽ, അത് മുകളിൽ നോക്കി അതിൻ്റെ ആഘാതം നമുക്ക് കണ്ടെത്താൻ പോലും സാധിക്കത്തില്ല. നമ്മൾ ഈ കടലിലൊക്കെ കാണാൻ പോകുമ്പോൾ തിരമാലകളൊക്കെ അടിച്ച് വരുന്ന കാണുമ്പോഴേ നമുക്ക് എന്തോ ഒരു ഭീതി അല്ലേ ഉള്ളിൽ തോന്നും. യേശു കടലിന്മീതെ നടക്കുന്നു. ഉടനെ താൻ ചന്നക്കൂട്ടത്തെ പിരിച്ചുവിടുന്ന തൻ്റെ ശിഷ്യന്മാർ പടകിൽ കയറ്റി തനിക്ക് മുമ്പായി അക്കരെ ബെത്സയിദയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഏതാ സ്ഥലം? ബെത്സയിദ. അവരെ പറഞ്ഞയച്ച ശേഷം അവൻ പ്രാർത്ഥിക്കുവാൻ ഉയർന്ന മലയിലേക്ക് പോയി.
വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും അവൻ ഏകനായി കരയിലുമായിരുന്നു. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പടക് എന്താ കടലിൻ്റെ നടുവിലും അവൻ ഏകനായി കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലമായിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും അല്ലേ? ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഭയങ്കര കാറ്റുകളൊക്കെ അടിക്കുന്ന അവസ്ഥയിൽ കാറ്റ് പ്രതികൂലമായതുകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നതാണ് കണ്ടു. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിക്കേണ്ടതായിട്ട് വരും. അവർ കയ്യിലൊന്നും നിൽക്കത്തില്ല കണ്ടു. ഏകദേശം രാത്രിയുടെ എത്ര 1 അല്ല 2 അല്ല 3 അല്ല 4 യാമത്തിൽ കേട്ടോ അവൻ കടലിൽ മീതെ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോവാൻ ഭാവിച്ചു. അപ്പോൾ അവൻ കടലിൽ മീതെ നടക്കുന്നത് കണ്ടപ്പോൾ ഭൂതമായിരിക്കുമെന്ന് വിചാരിച്ച് അവർ നിലവിളിക്കുകയാണ് ചെയ്തത്. എല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചിരുന്നു. കടലിൽ നിന്ന് നടക്കുന്ന ഒരു ഭൂതമായിട്ട് കണ്ട് അവനെ കണ്ട്. പക്ഷെ ഉടനെ യേശു അവരോട് പറഞ്ഞു, ധൈര്യപ്പെടുവിൻ. കണ്ടോ പറയുന്നതല്ലോ, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു തന്നെ, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കിയ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത്യന്തം ആശ്ചര്യപ്പെട്ടു. അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരുന്നുകൊണ്ട് അപ്പത്തിൻ്റെ കാര്യം അവർ ഗ്രഹിച്ചില്ല. കണ്ടോ, അവരുടെ ഹൃദയം ഇങ്ങനെ കഠിനപ്പെട്ടിരുന്നുകൊണ്ട് അപ്പത്തിൻ്റെ കാര്യം അവർ ഗ്രഹിച്ചില്ല. ഇനി യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം ലഭിക്കുന്നു. അവൻ അക്കരെ ഗന്നേസരത്ത് ദേശത്തെത്തി. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഗന്നേസരത്ത്. അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു. അവർ ആ നാട്ടിലേക്ക് ഓടി നടന്നു. കിടക്കകളിൽ രോഗികളെ അവൻ ഉണ്ടെന്ന് കേൾക്കുന്നിടത്തേക്ക് കൊണ്ടുചെല്ലാൻ തുടങ്ങി. കിടക്കയിലൊക്കെ രോഗികൾ എടുത്തുകൊണ്ട് എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ നാട്ടിൻപുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ പൊതുസ്ഥലങ്ങൾ അവർ രോഗികളെ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലങ്ങ് തൊടേണ്ടതിന് അവനോട് യാചിച്ചു. പക്ഷേ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടവർക്കൊക്കെ സൗഖ്യമുണ്ടാക്കുകയും ചെയ്തു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. മെസ്സേജ് നിങ്ങൾ കേൾക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഓരോരോ പ്രദേശങ്ങളിലും ദൈവം തമ്പുരാൻ നമ്മളെ കാത്ത് ഉരുവാലിക്കുന്നു, ജയത്തോടെ നടത്തുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ഭവനത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനം വായിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്രകാരം വളർത്തുകയും ചെയ്യുക. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. എന്താണ് നിങ്ങൾക്ക് വേണ്ടുന്നത് അതാണ് യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ അത് നിങ്ങൾ കണ്ടെത്തും, മുട്ടൂൻ എന്നാൽ നിങ്ങൾ തുറന്നു കിട്ടും. അപ്പം നമ്മൾ യാചിക്കേണ്ട കാര്യമുണ്ട്. ആരോട്? കർത്താവിനോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. മനസ്സലിവുള്ള ആളാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം.